മലയാളത്തിൽ ത്രില്ലർ സിനിമകൾക്ക് പുതിയൊരു ബെഞ്ച് മാർക്ക് നൽകിയ സിനിമയായിരുന്നു മോഹൻലാൽ ജീത്തു ജോസഫ് കൂട്ടുകെട്ടിൽ ഒരുങ്ങിയ ദൃശ്യം. മലയാള സിനിമയിലെ ആദ്യ പാൻ ഇന്ത്യൻ സിനിമ എന്ന് നമുക്ക് വേണമെങ്കിൽ ദൃശ്യത്തിനെ വിളിക്കാം. കാരണം ഇന്ത്യയിൽ 5 ഭാഷയിലും ഇന്ത്യൻ ഭാഷകൾ കൂടാതെ ചൈനീസ്, ജപ്പാൻ ഭാഷകളിലും സിനിമ റീമേക്ക് ചെയ്യപ്പെട്ടു. ദൃശ്യം എന്ന സിനിമയുടെ പേരിൽ മാത്രമാണ് മലയാള ഇൻഡസ്ട്രി ഒരു കാലത്ത് അറിഞ്ഞിരുന്നത്. മലയാളത്തിൻ്റെ ആദ്യ 50 കോടി ചിത്രവും ദൃശ്യമായിരുന്നു. അതിനുശേഷം വന്ന ദൃശ്യം 2-ഉം OTT-യിലാണ് ഇറങ്ങിയതെങ്കിലും വളരെയധികം പ്രേക്ഷക പ്രശംസ നേടിയ സിനിമയായിരുന്നു. അതുപോലെ തന്നെ പാൻ ഇന്ത്യൻ ലെവലിൽ ശ്രദ്ധ നേടിയ സിനിമ കൂടിയായിരുന്നു. ജോർജ് കുട്ടിയും കുടുംബവും അവരുടെ നിലനിൽപ്പിനായുള്ള പോരാട്ടങ്ങളും മലയാളി പ്രേക്ഷകർ ഇരുകൈയും നീട്ടി സ്വീകരിക്കുകയായിരുന്നു. ചിത്രത്തിന്റെ 3-ാം ഭാഗം വരുമെന്നും അതിനായുള്ള ശ്രമത്തിലാണ് തങ്ങളെന്നും ലാലേട്ടൻ അടുത്തിടെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിരുന്നു. ഇപ്പോൾ 3-ാം ഭാഗത്തെക്കുറിച്ച് ഒരു അപ്ഡേറ്റുമായി എത്തിയിരിക്കുകയാണ് സംവിധായകൻ ജീത്തു ജോസഫ്. സിനിമ സംഭവിക്കുമെന്നും എന്നാൽ അത് എന്നാകുമെന്ന് തനിക്ക് അറിയില്ല എന്നുമാണ് അദ്ദേഹം പറയുന്നത്. ലാലേട്ടൻ പറഞ്ഞതുപോലെ, ഞാൻ 3-ാം ഭാഗത്തിനായി ശ്രമിക്കുന്നുണ്ട്, എന്നാൽ അത് എന്ന് നടക്കുമെന്ന് എനിക്കറിയില്ല.